മരണവും ജീവിതവും കൈകോർക്കുന്ന ഒരു അതിരേഖയിൽ നിലകൊള്ളുന്നവർ, ശവശാന്തതയുടെ നടുവിൽ ആത്മസത്യത്തെ തേടുന്നവർ. അവരാണ് അഘോരികൾ. ഒരേ സമയം ജീവിതത്തിലും മരണത്തിലും മഹത്വം കണ്ടെത്തുന്ന നഗരമാണ് വാരണാസി. വാരണാസിയിലെ ഗംഗാതീരങ്ങളിലും ശ്മശാനങ്ങളിലും സാന്ദ്രമായ ആധ്യാത്മികതയോടെയും വിചിത്രമായ ജീവിത രീതികളോടെയും കഴിയുന്ന അഘോരികൾക്ക് ലോകത്തിനു മുമ്പിൽ നിഗൂഢതയുടെ മുഖമാണ്. അഘോര എന്ന പദത്തിനർത്ഥം ഭീതിയില്ലാത്തത് എന്നാണ്. അവരെ കാണുമ്പോൾ നമ്മൾ ഭയപ്പെടുമെങ്കിലും അളവറ്റ ധൈര്യമാണ് അവരിൽ കാണപ്പെടുന്നത്. അവർക്ക് ശുദ്ധിയും അശുദ്ധിയും ഒന്നുമില്ല. അവർക്കെല്ലാം ബ്രഹ്മതത്വത്തിൻ്റെ ഭാവം മാത്രമാണ്. വാരണാസിയിലെ മണികർണിക ഘട്ട് അഘോരികളുടെ പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നാണ്. ഇവിടെ ദിവസേന ശവദഹനങ്ങൾ നടക്കുന്നു. ഈ ശ്മശാനങ്ങളിലാണ് അഘോരികൾ ധ്യാനത്തിലിരിക്കുന്നത്. ഇവിടം തന്നെയാണ് അവർ തപസ്സിനുള്ള യാഗശാലയാക്കി മാറ്റുന്നത്. അർദ്ധനഗ്നരായി കാണപ്പെടുന്ന അഘോരികൾ വസ്ത്രം ധരിക്കുന്നതും ആഹാരം കഴിക്കുന്നതും ജീവിതം നയിക്കുന്നതുമെല്ലാം സൗകര്യത്തിനോ ഭംഗിക്കോ വേണ്ടിയല്ല. ശുദ്ധിയും ധാർമ്മികതയും എന്ന പരമ്പരാഗത ചിന്തകളെ വെല്ലുവിളിച്ച് അശുദ്ധവും വെറുപ്പുളവാക്കുന്നതുമായ കാര്യങ്ങളെ സ്വീകരിക്കുകയും ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ദ്വന്ദ്വത്തെ അതിജീവിക്കുകയും ചെയ്യുന്നതിലൂടെ മോക്ഷം നേടാൻ ശ്രമിക്കുന്നു. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അഘോരികൾ മനുഷ്യമാംസം ഭക്ഷിക്കും എന്നും പറയപ്പെടുന്നു. ഭസ്മം പൂശിയ ശരീരവും കപാലത്തിൽ ആഹാരം കഴിക്കുന്നതും ശവമാലകൾ ധരിക്കുന്നതും എല്ലാം മരണത്തെ നേരിട്ട് കാണാനും അതിലൂടെ മോക്ഷം തേടാനും വേണ്ടിയുള്ളതാണ്. ശവം ദഹിപ്പിച്ച ചാരത്തിൽ അവർ ആത്മശുദ്ധി കണ്ടെത്തുന്നു. അഘോരികളുടെ തത്വം നമ്മെ പഠിപ്പിക്കുന്നത് ഭയത്തെ മറികടക്കുക എന്നത് മാത്രമല്ല, ജീവൻ, മരണം, ദുഃഖം, ആനന്ദം എല്ലാം ഒരേപോലെ ഏറ്റെടുക്കാനുള്ള ധൈര്യം കൂടിയാണ് അവർ നൽകുന്നത്. അഘോരികൾ നമ്മളോട് ചോദിക്കുന്നു, ഭയത്തിൽ നിന്നും മുക്തി നേടാതെ എന്ത് ഭക്തി?